ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ എല്ലാ കണ്ണുകളും കേരളത്തിലാണ്. അടുത്ത ഇഡിയുടെ കേരളത്തിലെ നീക്കം എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇഡി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കരുവന്നൂരിൽ ഇഡി കസ്റ്റഡിയിലുള്ള രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഇത് സംബന്ധിച്ച് വിചാരണ കോടതിക്കും ഇഡിക്കും നിർദ്ദേശം നൽകണമെന്ന് സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. രേഖകൾ കൈമാറണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി PMLA കോടതി ഉയർത്തി തള്ളിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം തള്ളിയ വിചാരണ കോടതി നടപടി നിയമവിരുദ്ധമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുപോകുന്നതിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹൈക്കോടതി വിമർശനം ഉയർത്തിയിരുന്നു. ഈ കേസിൽ എന്താണ് ഇഡി ചെയ്യുന്നതെന്നും അന്വേഷണം ഇഴയാൻ പാടില്ലെന്നുമായിരുന്നു മാർച്ച് 18-ന് ഹൈക്കോടതി പറഞ്ഞത്. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബറി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷണങ്ങൾ നടത്തിയത്. അലി സാബറിയുടെ ഉൾപ്പെടെ എല്ലാ കുറ്റപത്രങ്ങളും ഹാജരാക്കാനും ഹൈക്കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ CPM നേതാക്കളുമായി അപ്രതീക്ഷിത കൂടിക്കാഴ്ചയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു. മുൻ മന്ത്രിയും MLA-യുമായ AC മൊയ്തീൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ MK കണ്ണൻ എന്നിവരുമായാണ് പിണറായി പോയ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളത്തിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ കേസുകളിൽ ഇഡിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രി നേതാക്കളെ കാണാൻ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇഡി ശക്തമായി പിടിമുറുക്കിയ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തുടർ നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. മുതിർന്ന CPM നേതാവ് PK ബിജുവും കൂടിക്കാഴ്ച നടക്കുമ്പോൾ അവിടെ സന്നിഹിതനായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കേസിൽ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി ഈ നേതാക്കൾക്ക് നൽകിയെന്നാണ് സൂചന. അടുത്തിടെ കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇഡിയോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കരുവന്നൂരിന് പുറമെ കേരളത്തിലെ മറ്റ് 12 സഹകരണ ബാങ്ക് അഴിമതികൾ കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇഡി നൽകിയ മറുപടി. കോടതി നിർദ്ദേശത്തിന്റെ ചൂട് പിടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇഡി അടുത്ത ഘട്ട നടപടികളിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. അതേസമയം തൃശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള കരുവന്നൂർ ബാങ്ക് വിഷയം ഉയർത്തിക്കാട്ടിയാൽ അത് BJPക്ക് ഗുണമാകുമെന്ന വിലയിരുത്തലാണ് ഇടത് കേന്ദ്രങ്ങൾ. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയതിനാൽ തന്നെ തൃശൂർ പിടിക്കാൻ ഏത് വിധേനയും BJP ശ്രമിക്കുമെന്നും അതിന് ഇഡി ഇറങ്ങുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. നേരത്തെ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപി തൃശൂരിൽ പദയാത്ര നടത്തി സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇതും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. ഇഡി ഇടപെടൽ ഉണ്ടായാൽ സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP ഇവിടം കിട്ടാൻ കളിക്കുന്ന സുവർണ അവസരമാകുമോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്നാണ് ഇനി അറിയേണ്ടത്. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കേസിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും CPM-ന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്നതാണ് മാധ്യമ റിപ്പോർട്ടുകൾ. നിയമ നടപടികൾ ഉണ്ടായാൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാത്രമായിരിക്കില്ല അത് ബാധിക്കുക എന്നതാണ് CPM ഭയക്കുന്നത്. പ്രത്യേകിച്ചും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ പലവിധ വിഷയങ്ങളിൽ സർക്കാർ ആരോപണം നേരിടുന്ന വേളയിൽ ഇത്തരമൊരു നീക്കമുണ്ടായാൽ ചെറുക്കണം എന്ന സന്ദേശമാകും കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടാവുക എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ.